ഹായ് ഹലോ വേൾഡ് മിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻറ്റബീബ ഹിസ്റ്റോളിറ്റിക്കനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പാരസൈറ്റ് പ്രോട്ടോസോവനാണ്. നമുക്ക് പ്രോട്ടോസോവൻസിൽ കുറച്ച് പാരസൈറ്റിക് ആയിട്ടുള്ള പഠിക്കാനുണ്ടല്ലോ. എൻറ്റബീബ ഉണ്ട്, പ്ലാസ്മോഡിയം ഉണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ 3 നമുക്ക് പഠിക്കാനുള്ളത്. അധിക യൂണിവേഴ്സിറ്റിക്കും ആ ഒരു 3 ആണ്. എന്തൊക്കെയോ 1-2 വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവും. അധികം അത് തന്നെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. അത് ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഇതെന്തായാലും എനിക്ക് തോന്നുന്നു 3 യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചോദ്യം വരാൻ സാധ്യത ഉള്ളൊരു ഭാഗവും കൂടിയാണിത്. ഓക്കെ, എൻറ്റബീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റാണ്. മാനിലും അതേപോലെ തന്നെ മറ്റു വേർട്ടിബ്രേറ്റ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റാണ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള 4 സ്പീഷീസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? എൻറ്റബീബ ഹിസ്റ്റോളിക്ക മെയിൻലി ഹ്യൂമൻ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് കാണാൻ പറ്റുന്നത്. അത് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിന് കാരണമാവും. അടുത്തത് എൻറ്റോബീബ ജിഞ്ചിവാലിസ്, അത് ഹ്യൂമൻ ടീത്തിൻ്റെ സോക്കറ്റ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. അത് എന്തിന് കാരണമാവും? പയോറിക്ക് കാരണമാവും. ഇനി ഈ കോളൈ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിൽ മീൻസ് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് കാണാൻ പറ്റുക. ഹ്യൂമനിൽ മാത്രമല്ല മങ്കിയിലും ഡോഗ്സിലും കാണാം. അത് ഹാംലെസ് ആണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതുണ്ട് വെച്ചിട്ട്. പിന്നെ എൻറ്റബീബ ഇൻവാഡൻസ്, അത് റെപ്റ്റൈൽസിൽ കാണാം, പക്ഷെ അതും ഹാംലെസ് ആണ്. അപ്പോൾ 2 ഹാംഫുള്ളാണ്, 2 ഹാംലെസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള എൻറ്റബീബ ഹിസ്റ്റോളിറ്റിക്കനെ പറ്റിയിട്ടാണ്. എൻറ്റബീബ ഹിസ്റ്റോളിറ്റിക്കനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഡിസെൻട്രി അമീബ എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താ? അത് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിന് കാരണമാവുന്നത് കൊണ്ട് അതിനെ ഡിസെൻട്രി അമീബ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു എൻഡോ പാരസൈറ്റിനെ നമുക്ക് ഇൻറ്റസ്റ്റൈൻ്റെ ല്യൂമൻ്റെ മീൻസ് ആ ഒരു ഇൻറ്റസ്റ്റൈൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലല്ല, ലാർജ് ഇൻറ്റസ്റ്റൈനിലെ മ്യൂക്കസ് മെംബ്രൈനിലും അതേപോലെ തന്നെ സബ് മ്യൂക്കോസ ലെയറിലുമാണ് കാണാൻ പറ്റുന്നത്. എവിടേക്കാണ്? ല്യൂമൻ്റെ മ്യൂക്കസ് മെംബ്രൈൻ മീൻസ് ഏറ്റവും ഉള്ളിലത്തെ മെംബ്രൈനിലും അത് കഴിഞ്ഞ് വരുന്ന നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ടിഷ്യൂസ് അറേഞ്ച് ചെയ്ത് പഠിക്കുന്നില്ലേ? സബ് മ്യൂക്കോസ അങ്ങനെ ഏറ്റവും ഉള്ളിലത്തെ 2 ലെയറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഈ ഒരു എൻറ്റബീബനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില സമയത്ത് ഇവരെന്ത് ചെയ്യും? ബ്ലഡ് വെസൽസ് കൂടെ പെനിട്രേറ്റ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിൽ കയറിയിട്ട് ലിവറിലോ സ്പ്ലീനിലോ ബ്രെയിനിലോ സ്കിന്നിലോ ഒക്കെ ചെന്ന് എത്തി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായിട്ട് മാറാറുണ്ട്. മെയിൻലി എൻറ്റബീബ ഹിസ്റ്റോളിക്കയുടെ ഇൻഫെക്ഷൻ നമ്മൾ മാനിൽ കാണാറുണ്ട്, മങ്കീസ്, ഡോഗ്സ്, പിഗ്സിലും കാണാറുണ്ട്. ഓക്കെ, ഇത് നോർമലി ഒരു ആനിമൽസിൽ നിന്ന് അങ്ങനെ മാനിലേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് ഡിസീസൊന്നുമല്ല. അങ്ങനെ ഒരു സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ആനിമൽ ഈ ഹ്യൂമൻ ഇൻഫെക്ഷനുള്ള റിസർവോയറാണോ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഇത് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയയിലാണ് നമുക്ക് കുറേയും കൂടി അധികമായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മോർഫോളജിയിലേക്ക് വരുന്ന സമയത്ത് എൻറ്റബീബ ഹിസ്റ്റോളിക്ക 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 മോർഫോളജിക്കൽ സ്റ്റേറ്റ്സിൽ കാണാം. ആദ്യത്തത് ട്രോപ്പോസോവൈറ്റ്, രണ്ടാമത്തത് പ്രീ സിസ്റ്റിക് ഫോം, മൂന്നാമത്തത് സിസ്റ്റിക് ഫോം. അപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, സിസ്റ്റിക് ഫോം എഴുതിയിട്ടില്ല. അപ്പം മൂന്നാമത്തതായിട്ട് ഏത് വേണം? സിസ്റ്റിക് ഫോമും കൂടി വേണം കേട്ടോ, സിസ്റ്റിക് ഫോം. ഓക്കെ, ഇനി ട്രോപ്പോസോയിറ്റ്. ആദ്യം നമുക്ക് ട്രോപ്പോസോവൈറ്റിനെ പറ്റി നോക്കാം. ട്രോപ്പോസോവൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള ഫീഡിങ് ആയിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രോപ്പോസോവൈറ്റ് എന്ന് പറയാം. ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള ഫോമാണ് കേട്ടോ. അത് മെയിൻലി 2 ഇൻ്റർചേഞ്ചബിൾ ഫോംസിലാണ് കാണാൻ പറ്റുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്ന 2 ഇൻ്റർചേഞ്ചബിൾ ഫോംസിലാണ് നമുക്ക് ട്രോപ്പോസോവൈറ്റിനെ കാണാൻ പറ്റുക. ഏതൊക്കെയാണ്? മാഗ്ന ഫോമും അതേപോലെ തന്നെ മൈന്യൂട്ട ഫോമും.
മാഗ്ന ഫോം എന്ന് പറയുന്നത് ഭയങ്കര വലുതും അതേപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ളതുമാണ്. അത് ഇൻറ്റസ്റ്റൈനൽ വാൾസിൽ അൾസർ കോസ് ചെയ്യാൻ കാരണമാവും മാഗ്ന ഫോം കേട്ടോ. മൈന്യൂട്ട ഫോം എന്ന് പറയുന്നത് വളരെ ചെറുതും അതേപോലെ തന്നെ ഹാംലെസ് ആയിട്ടുള്ളതുമാണ്. ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ തന്നെ കാണുക, പക്ഷേ ഹാംലെസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു സിസ്റ്റിക് ഫോമിലേക്ക് ട്രോപ്പോസോയിറ്റ് മാറുന്നതിൻ്റെ നടുവിലായിട്ട് വരുന്നൊരു സ്റ്റേജാണ്. ഇപ്പം അത് നമ്മൾ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താ പറയുക, ട്രോപ്പോസൈറ്റ് സിസ്റ്റിക് ഫോമായി മാറുന്നതിൻ്റെ നടുവിലുള്ളൊരു സ്റ്റേജാണ് ഈ പ്രീ സിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. അത് ഭയങ്കര സ്മോൾ സൈസിലായിരിക്കും, അതേപോലെ തന്നെ റൗണ്ട് അല്ലെങ്കിൽ ഓവോയിഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതിന് ഒരു സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തുണ്ടാവും, സ്യൂഡോപോഡിയ ഉണ്ടാവും. ഓക്കെ, അത് എവിടെ തന്നെ കാണാം, ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ തന്നെയാണ് കാണാം. സിസ്റ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസിസ്റ്റഡ് സ്റ്റേജാണ്. എൻസിസ്റ്റഡ് സ്റ്റേജ് അത് കുറച്ചും കൂടി നമ്മൾ ലൈഫ് സൈക്കിൾ പറഞ്ഞുതരാം കേട്ടോ. സിസ്റ്റ് ഫോം ചെയ്യും, പിന്നെ സിസ്റ്റ് പോവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക്. എൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു സിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ലൈഫ് സൈക്കിളിൽ കുറച്ചും കൂടി ക്ലിയർ ആവും, അതിൻ്റെ ഓരോരോ സ്റ്റേജും. അവിടെ ഞാൻ പിക്ചർ കാണിച്ച് പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് നോക്കുക. അത് ഇൻറ്റസ്റ്റൈനൽ ലൂമനിലാണ് കാണുക. അതും ഏകദേശം എന്ത് ഷേപ്പ് തന്നെയാണ്, സ്പെരിക്കൽ ഷേപ്പിൽ തന്നെയാണ്. ഓക്കെ, നമുക്കിവിടെ കാര്യമായിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രോപ്പോസോവൈറ്റിനെ പറ്റിയിട്ടാണ്. അത് റിലേറ്റീവ്ലി നല്ല ലാർജായിട്ടും അതേപോലെ ഇറഗുലർലി ഷേപ്പ്ഡാണ്. കണ്ടോ, അതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാം, കുറച്ച് ഇറഗുലർലി ഷേപ്പ്ഡാണ്. അതിൻ്റെ ബോഡിക്ക് ചുറ്റുമായിട്ട് ഒരു ലെയർ ഉണ്ട്, അതിനെ നമ്മൾ പ്ലാസ്മ ലെമ്മ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. ഏറ്റവും ഔട്ടർ ഇത് രണ്ടും ട്രോപ്പോസോയിറ്റ് ഫോമാട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ്, മാഗ്ന ഫോമാണ്. ഇത് മൈന്യൂട്ട ഫോമാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. അപ്പം ഇത് രണ്ടിനും കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രോപ്പോസോവൈറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പോസോവൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ലാർജ് ആയിട്ടുള്ള ഫോമാണ്. അതിന് ചുറ്റുമായിട്ട് ഒരു വാളുണ്ട്, വാളല്ല ഒരു എന്താ പറയുക ഒരു ഔട്ടർ ലെയർ ഉണ്ട്. അതിന് നമ്മൾ പ്ലാസ്മ ലെമ്മ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഇതിൻ്റെ പ്ലാസ്മ ലെമ്മ സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിന് നമ്മൾ പറയുന്ന സമയത്ത് 2 റീജിയൻസ് ഉണ്ട്. ഏറ്റവും ഔട്ടറായിട്ട് കാണുന്ന റീജിയനെ നമ്മൾ എക്ടോപ്ലാസം എന്നും അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കാണുന്ന റീജിയനെ എൻഡോപ്ലാസം എന്നോ പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടറായിട്ട് കാണുന്നതിനെ എക്ടോപ്ലാസം എന്നും ഉള്ളിലേക്ക് കാണുന്നതിനെ എൻഡോപ്ലാസം എന്നുമാണ് പറയുക. എക്ടോപ്ലാസം എന്ന് പറയുന്നത് ഒരു ഹൈലൈൻ ലെയറാണ്. എൻഡോപ്ലാസം എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാർ മാസാണ്. എൻഡോപ്ലാസത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാം. അത് അവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാം. ഇവിടെ ഓക്കെ, ന്യൂക്ലിയസ് കാണാം. അതേപോലെ തന്നെ ഫുഡ് വാക്യൂൾസ്, കുറേ എന്താ പറയുക ഗ്രാന്യൂൾസും കാണാം. മാഗ്ന കേസിലെ ഫുഡ് വാക്യൂൾസ് നോക്കുമ്പോൾ നമുക്കതിൽ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ എറിത്രോസൈറ്റ്സ് ഇതിൻ്റെ ഫുഡ് വാക്യൂൾസ് നോക്കുന്ന സമയത്ത് ഇതാണ് മാഗ്ന ഫോം കേട്ടോ. ഇത് മൈന്യൂട്ട ഫോം. അപ്പോൾ മാഗ്ന ഫോമിൻ്റെ വാക്യൂൾസിൽ നമുക്ക് എന്തൊക്കെ കാണാം, ഹ്യൂമൻ എറിത്രോസൈറ്റ്സ് കാണാം. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് കാണാം. അതേപോലെ തന്നെ ടിഷ്യൂ ഡെബ്രിസ്, ടിഷ്യൂവിൻ്റെ കുറച്ചിങ്ങനെ ബാക്കിയായി വന്നിട്ടുള്ള സംഭവങ്ങൾ കാണാം. ബാക്ടീരിയ, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കാണാം. അപ്പോൾ ഈ ഒരു RBCൻ്റെ പ്രസൻസ്, ഇവരുടെ വാക്യൂളിൽ RBCൻ്റെ പ്രസൻസ് എന്താ കാണിക്കുന്നത്, ഇത് ഹ്യൂമണിനെ ഫീഡ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു എന്താ പറയുക വാക്യൂളിൽ ഈ ഒരു RBCനെ കാണുന്ന സമയത്താണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഇത് എൻറ്റമീബ ഹിസ്റ്റോളിക്കയുടെ ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാവുന്നത്, മാഗ്ന സ്റ്റേജാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. മാഗ്ന സ്റ്റേജിൽ മാത്രമേ ഫുഡ് വാക്യൂളിൽ നമുക്ക് ഈ ഒരു RBCൻ്റെ പ്രസൻസ് കാണാൻ പറ്റുള്ളൂ. പ്രീസിസ്റ്റിക് സിസ്റ്റിക് സ്റ്റേജിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്, ഫുഡ് വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിൽ അത് സ്പെരിക്കലായിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഇത് ഈ ഒരു കേസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കേസിലോ നോക്കിയാൽ മതി. നമ്മൾ ട്രോപ്പോസോവൈറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്പെരിക്കലാണ്. അതിന് ചുറ്റുമായിട്ടൊരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റുമായിട്ട് കണ്ട ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. ഇതിലാണെങ്കിലും ആ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് കാണാം. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഒരു സെൻട്രൽ മാസ് കാണാം. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ബ്ലാക്ക് ഡാർക്ക് സ്പോട്ട് കാണുന്നില്ലേ, അതാണ് സെൻട്രൽ മാസ് ഓഫ് ക്രോമാറ്റിൻ ആണത്. അതിന് നമ്മൾ എൻഡോസോം അല്ലെങ്കിൽ കാരിയോസോം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടില്ല. ഈ നടുവിൽ കാണുന്ന ഈ ഒരു ന്യൂക്ലിയസിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഒരു ഡാർക്ക് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടല്ലോ, അതാണ് ആ സെൻട്രൽ മാസ് ഓഫ് ക്രോമാറ്റിൻ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? എൻഡോസോം അല്ലെങ്കിൽ കാരിയോസോം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി എൻഡോസോമിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരു എ ക്രോമാറ്റിക് സോൺ കാണാം. അവിടെ എന്തായിരിക്കും? ക്രോമാറ്റിൻ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. അതെന്ത് ഫോമിംഗ് എന്നാണ് പറയുന്നത്? ഹാലോ ഫോമിംഗ്. ആ ഒരു എൻഡോസോമിന് ചുറ്റുമായിട്ട്, അതൊരു ചെറിയ റീജിയനാണ് കേട്ടോ. എൻഡോസോമിന് ചുറ്റുമായിട്ട് കംപ്ലീറ്റ്ലി ക്രോമസോംസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ കാണാം. എ ക്രോമാറ്റിക് റീജിയൻ എന്നാട്ടോ എഴുതേണ്ടത്. ആ ടേം അതാണ്, എ ക്രോമാറ്റിക് സോൺ. അതെന്ത് ഫോം ചെയ്യും? ഹാലോ ഫോമിംഗ്. പിന്നെ എൻഡോസോമിൻ്റെയും അതേപോലെ തന്നെ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെയും എൻഡോസോമിൻ്റെയും ഇന്നർ സർഫസ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെയും നടുവിലായിട്ട് ഇവിടെ കണ്ടോ ഒരു സ്റ്റാർ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, അറ്റം കൂർത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, ആ ഷേപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? എൻഡോസോമിൻ്റെയും അതേപോലെ തന്നെ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെയും നടുവിലായിട്ട് നമുക്ക് കുറച്ചൊരു റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഫൈബ്രിൽസിനെ കാണാം. അതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ലിനിൻ നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ലിനിൻ നെറ്റ്വർക്ക്. ആ ടേംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാവേ. എൻഡോസോം, കാരിയോസോം, പിന്നെ ലിനിൻ നെറ്റ്വർക്ക് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ടേംസൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ നോട്ട് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം ന്യൂക്ലിയസ് സ്പെരിക്കലാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു സെൻട്രൽ മാസ് ഓഫ് ക്രോമാറ്റിൻ ഉണ്ട്. അതിന് എൻഡോസോം അല്ലെങ്കിൽ കാരിയോസോം എന്ന് വിളിച്ചു. അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ക്രോമാറ്റിൻ ഫ്രീ ആയിട്ടുള്ളൊരു സോൺ ഉണ്ട്. അത് ഹാലോ ഫോം ചെയ്യും. പിന്നെ എൻഡോസോമിൻ്റെയും അതേപോലെ തന്നെ ഇന്നർ സർഫസ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെയും നടുവിലായിട്ട് ഒരു ഫൈൻ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഫൈബ്രിൽസിനെ കാണാം. അതിനെ ലിനിൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഇന്നർ സർഫസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ യൂണിഫോംലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ബീഡഡ് ക്രോമാറ്റിൻ കാണാം. അതൊന്നും ഈ ചിത്രത്തിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ഈ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടല്ലോ, ന്യൂക്ലിയസിനെ ചുറ്റിയുള്ള എൻവലപ്പ്, അതിൻ്റെ ഇന്നർ സർഫസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ബീഡഡ് ആയിട്ടുള്ള ക്രോമാറ്റിൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഏർലി സിസ്റ്റിക് ഫോംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എൻഡോപ്ലാസത്തിൽ നമുക്കൊരു മാസ് ഓഫ് ഗ്ലൈക്കോജനും അതേപോലെ തന്നെ 1-2 റിഫ്രാക്റ്റൈൽ റോഡ്സേ കാണാൻ പറ്റുള്ളൂ. ആ റിഫ്രാക്റ്റൈൽ റോഡ്സിനെ നമ്മൾ വിളിക്കുന്നത് ക്രോമാറ്റിഡ് ബോഡീസ് അല്ലെങ്കിൽ ക്രോമാറ്റിഡൽ ബാർസ് എന്നാണ്. ഇവിടെ ഗ്ലൈക്കോജൻ ആണ് കേട്ടോ റിസർവ് ഫുഡ് മെറ്റീരിയൽ. അതേപോലെ തന്നെ ക്രോമാറ്റിയോഡ് ബോഡീസ് എന്ന് പറയുന്നത് ഈ ഒരു റൈബോസോംസ് ഉണ്ടല്ലോ, റൈബോസോംസ് അറിയില്ലേ, നമ്മളെ എന്താ പറയുക, ഒരു സെല്ലിൽ കാണുന്ന സെൽ ഓർഗനലിയാണ് റൈബോസം. അതിൻ്റെ ക്രിസ്റ്റലൈൻ എഗ്രിഗേഷൻ കൊണ്ടാണ് ഈ ഒരു ക്രോമാറ്റിയോഡ് ബോഡീസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റ് മെച്യൂർ ആവുന്ന സമയത്ത് ഗ്ലൈക്കോഗനും ഈ ഒരു ക്രോമാറ്റിയോഡ് ബോഡീസൊക്കെ ഗ്രാജ്വലി ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ സിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏർലി സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ കാണാമായിരുന്നു? അതിൽ ഒരു മാസ് ഓഫ് ഗ്ലൈക്കോജനും അതേപോലെ തന്നെ 1-2 റിഫ്രാക്റ്റൈൽ റോഡ്സും കാണാം. അതിനെയായിരുന്നു നമ്മൾ ക്രോമാറ്റോയിഡ് ബോഡീസ് എന്ന് വിളിച്ചത്. അത് സിസ്റ്റ് മെച്യൂർ ആവുന്ന സമയത്ത് ആ ഗ്ലൈക്കോജനും അതേപോലെ തന്നെ ക്രോമാറ്റോയിഡ് ബോഡീസൊക്കെ എന്താവും? ഗ്രാജ്വലി ഡിസപ്പിയർ ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ട്രോപ്പോസോവൈറ്റിനെ നോക്കുന്ന സമയത്ത് ഒരു സിംഗിളായിട്ടുള്ള എക്ടോപ്ലാസ്മിക് ആയിട്ടുള്ള സ്യൂഡോപോഡിയമേ അതിനുള്ളൂ. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ടോ നോക്കണേ, ടെക്സ്റ്റിൽ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, ഒരു സിംഗിളായിട്ടുള്ള എക്ടോപ്ലാസം, ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള എക്ടോപ്ലാസത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സ്യൂഡോപോഡിയമേ ഉള്ളൂ. അത് ഫ്ലാറ്റാണ്, അതേപോലെ തന്നെ കുറച്ചൊന്ന് പരന്ന് ലോബുലാറാണ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാറുണ്ട്? ലോബോപോഡിയം എന്നും വിളിക്കാറുണ്ട്. അപ്പം എൻറ്റബീമയുടെ സ്യൂഡോപോഡിയത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ലോബോപോഡിയം. ഓക്കെ, സ്യൂഡോപോഡിയ എപ്പം വേണമെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് വിഡ്രോ ചെയ്ത് മറ്റൊരു ഡയറക്ഷനിലേക്ക് ആക്കാൻ അവർക്ക് പറ്റും. പിന്നെ
പിന്നെ ഏത് ഭാഗമാണോ സ്യൂഡോപോഡിയയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നത്, ഇപ്പം ഇതാണ് സ്യൂഡോപോഡിയ, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഏത് ഭാഗമാണോ വരുന്നത് അതിനെ നമുക്ക് ഹൈൻഡ് എൻഡ് അല്ലെങ്കിൽ യൂറോയിഡ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ആ ഒരു ടേം ഞാൻ കാണിച്ചു തരാം. ഹൈൻഡ് എൻഡ് അല്ലെങ്കിൽ യൂറോയിഡ്. ദ എൻഡ് ഓഫ് ദ ബോഡി ഓപ്പോസിറ്റ് ടു സ്യൂഡോപോഡിയം ഇസ് ഓഫൺ കോൾഡ് ഹൈൻഡ് എൻഡ് അല്ലെങ്കിൽ യൂറോയിഡ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ലൈഫ് സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് എൻറ്റബീവ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഹോസ്റ്റിലാണ്, നെയിംലി ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ കാരിയർ ഹോസ്റ്റൊക്കെ ഈ ഒരു കേസിൽ ആബ്സെൻ്റ് ആണ്. അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന 5 സ്റ്റേജസിലാണ്: മൈന്യൂട്ട സ്റ്റേജ്, മാഗ്ന സ്റ്റേജ്, പ്രീ സിസ്റ്റിക് സ്റ്റേജ്, എൻസിസ്റ്റഡ് സ്റ്റേജ്, മെറ്റാസിസ്റ്റിക് സ്റ്റേജ്. ഓക്കെ, അങ്ങനെ 5 സ്റ്റേജസ് ആണ്. ഏതൊക്കെയാണ്? മൈന്യൂട്ട സ്റ്റേജ്, മാഗ്ന സ്റ്റേജ്, മൈന്യൂട്ടയും മാഗ്നയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രീ സിസ്റ്റിക് സ്റ്റേജും ഞാൻ ഏകദേശം പറഞ്ഞതാണ്, ഏർലി സിസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. പിന്നെ എൻസിസ്റ്റഡ് സ്റ്റേജ്, മെറ്റാസിസ്റ്റിക് സ്റ്റേജ്, അങ്ങനെ 5 സ്റ്റേജസിലാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതിൽ മൈന്യൂട്ട സ്റ്റേജ് എന്ന് പറയുന്നത് നോൺ പാത്തോജനിക് ആണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ് കാണുന്നത്? എന്താ പറയുക, ഇൻറ്റസ്റ്റൈനൽ ലൂമനിലാണ് കാണുന്നത്. ചില സമയത്ത് അതെന്താവും, എന്താ പറയുക, കുറച്ചും കൂടി പ്രശ്നക്കാരനായിട്ട് ഇൻറ്റസ്റ്റൈനൽ വാളിനെ ഇൻവേഡ് ചെയ്ത്, ഇൻറ്റസ്റ്റൈനൽ വാളിലേക്ക് ഇൻവേഡ് ചെയ്ത് അവിടെ നിന്ന് അത് എന്തായിട്ട് മാറാറുണ്ട്? മാഗ്ന ഫോമായിട്ടും മാറാറുണ്ട്. മൈന്യൂട്ട സ്റ്റേജ് എന്ന് പറയുന്നത് നോർമലി എന്താ പറയുക, നോൺ പാത്തോജനിക് ആണ്. പക്ഷെ ചില സമയത്ത് അവർ വിറുലൻ്റ് ആയിട്ട് മാറിയിട്ട് എങ്ങോട്ട് കയറാറുണ്ട്? ഇൻറ്റസ്റ്റൈനൽ വാളിലേക്ക് കയറി മാഗ്ന ഫോമായിട്ട് മാറാറുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ മൈന്യൂട്ട സ്റ്റേജിനെ പറ്റി പറഞ്ഞു. മൈന്യൂട്ട സ്റ്റേജിൽ നമുക്ക് മൈന്യൂട്ട ഫോംസിനെയാണ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്ന സ്റ്റേജ് ആണ്. മാഗ്ന സ്റ്റേജിൽ നമുക്ക് മാഗ്ന ഫോംസിനെയാണ് കാണാൻ പറ്റുന്നത്. മൈന്യൂട്ട മാഗ്നയും തമ്മിൽ ഇൻ്റർചേഞ്ചബിൾ ആണല്ലോ. അപ്പം ഈ ഒരു ഇൻറ്റസ്റ്റൈനൽ വാളിലേക്ക് മൈന്യൂട്ട കയറുമ്പോൾ അതെന്തായി മാറും? മാഗ്ന ഫോമായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, മാഗ്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർംഫുള്ളും അതേപോലെ തന്നെ ഭയങ്കര ഹാർംഫുള്ളാണ്. അതുകൊണ്ട് അതിനെ എന്ത് കോസ് ചെയ്യാൻ പറ്റും? ഇൻറ്റസ്റ്റൈനൽ അമീബിയാസ്, ഇൻറ്റസ്റ്റൈനൽ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്തിട്ട് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ഒക്കെ കോസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഒരു വാളിൽ നിന്ന് ഇൻറ്റസ്റ്റൈനൽ വാളിൽ നിന്ന് എങ്ങോട്ട് പുറത്തേക്ക് വരും? ഇൻറ്റസ്റ്റൈനൽ ക്യാവിറ്റിയിലേക്ക് ഈ മാഗ്ന ഇറങ്ങി വരും. ആ സമയത്ത് അതിനെന്താവും? അതിലെ ഫുഡ് വാക്യൂൾസും ആ ഒരു ഇൻറ്റസ്റ്റൈനൽ മാഗ്നയിൽ ഉണ്ടായിരുന്ന ഫുഡ് വാക്യൂൾസും ഒക്കെ പോയിട്ട് അതൊരു റൗണ്ട് ഷേപ്പായിട്ട് മാറും. റൗണ്ട് അല്ലെങ്കിൽ ഒവോയിഡ് ഷേപ്പായിട്ട് മാറും. അവിടെ മുതൽ ഏത് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാണ്? പ്രീ സിസ്റ്റിക് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പ്രീ സിസ്റ്റിക് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം ഇത് മൊത്തമായിട്ട് എന്താവും? ഗ്ലൈക്കോജനെ പ്രൊഡ്യൂസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ അകത്ത് മൊത്തം ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ എൻഡോപ്ലാസത്തിലുള്ള ക്രോമോയിറ്റോയിഡ് ബോഡീസൊക്കെ എന്തായിട്ട് മാറും? സ്പെരിക്കൽ ഷേപ്പിലായിട്ട് മാറും. ഓക്കെ, അവിടെ എന്നിട്ട് അതിന് എൻസിസ്റ്റ്മെൻറ്റും നടക്കും. ഓക്കെ, എന്നിട്ട് ഒരു സിസ്റ്റിക് ഫോമായിട്ട് മാറാൻ തുടങ്ങും, ട്രാൻസ്ഫോം ചെയ്ത് തുടങ്ങും. ഓക്കെ, ഈ എൻസിസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് എന്താ നടക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുപാടുമായിട്ട് ഒരു ഡബിൾ വാൾ ഉണ്ടാക്കിയെടുക്കും. ഇതിന് ചുറ്റുമായിട്ട് ഒരു ഡബിൾ വാൾ ഉണ്ടാക്കിയെടുക്കും. അത് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ആ ഒരു സിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്ട്രാ വന്ന ഡബിൾ വാളിനെ നമ്മൾ സിസ്റ്റ് എന്നാണ് വിളിക്കുക. അത് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻസിസ്റ്റഡ് സ്റ്റേജ് എന്താവും? മെച്യൂർഡ് ആവും. ആ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഗ്ലൈക്കോജനും അതേപോലെ തന്നെ ക്രോമാറ്റോയിഡ് ബോഡീസൊക്കെ ഗ്രാജ്വലി ഡിസപ്പിയർ ചെയ്ത് തുടങ്ങും. അങ്ങനെ ആ ഒരു സമയത്ത് ഇത് സക്സസീവായിട്ടുള്ള 2 ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും. ആദ്യത്തെ ഡിവിഷനിൽ എന്ത് ഫോം ചെയ്യും? ബൈ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ഫോം ചെയ്യും. രണ്ടാമത്തെ ഡിവിഷനിൽ ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ഫോം ചെയ്യും. ഈ മെച്യൂറായ ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് എന്താണ്? പാരസൈറ്റിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജാണ്. മറ്റൊന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റേജാണ്. ഇത് ഹ്യൂമൻ സ്റ്റൂള് വഴി പുറത്തേക്ക് വരും. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ, ഫേവറബിൾ ടെമ്പറേച്ചറും അതേപോലെ തന്നെ മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് സോയിലിൽ എലൈവായിട്ട് നിൽക്കും.
ഇത് ഒരുവിധം എൻവയോൺമെൻറ്റൽ കണ്ടീഷനൊക്കെ ആയിട്ട് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷെ ഡ്രോട്ടും ഭയങ്കര ഹീറ്റൊക്കെ വന്നാൽ ഇല്ലാണ്ടായി പോട്ടോ. എന്താ പറയുക, അതിന് വെള്ളത്തിൽ ഏകദേശം 8 months വരെ എന്താ പറയുക സർവൈവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ വാട്ടർ അപ് ടു 8 months. പിന്നെ മോയിസ്റ്റ് ഫീക്കസിൽ, നനവുള്ള ഫീക്കസിൽ ഏകദേശം 1 മാസം. അതേപോലെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ ഏകദേശം 10 ദിവസം വരെ അതിന് സർവൈവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ ഒരു പീരിയഡിൽ ഇത് പ്രത്യേകിച്ച് ഫേർദർ ഡെവലപ്മെൻറ്റ് ഒന്നും നടത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഫേർദർ ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിനൊരു ഹ്യൂമൻ ഹോസ്റ്റിലേക്ക് കയറണം. ഓക്കെ, ഇനി ഈ ഹ്യൂമൻ ഹോസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ വാട്ടറോ വഴിയാണ് കയറുക. അതിന് വേണ്ടിയിട്ട് ഹൗസ് ഫ്ലൈക്ക്, ഇൻസെക്റ്റിനൊക്കെ ചെറിയ റോളുണ്ട്. കാരണം ഫുഡിലേക്കും വാട്ടറിലേക്കും ഒക്കെ എത്തിക്കണമല്ലോ, ഒരു വെക്ടർ പോലെ അവർ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, ഇത് എന്താ പറയുക, ഇതിന് കാരണമാവുന്ന എന്താണ്, ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ഒക്കെ ഒരു ഹ്യൂമൻ കഴിക്കുന്ന സമയത്താണ് ആ ഒരു എന്താ പറയുക ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റ് ബോഡിയിലേക്ക് കയറുന്നത്. അങ്ങനെ ഹ്യൂമൻ ഹോസ്റ്റ് ഈ സിസ്റ്റിനെ സ്വാലോ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം എവിടെ എത്തുക, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും. അവിടെ പ്രത്യേകിച്ച് അതിന് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗ്യാസ്ട്രിക് സെക്രീഷൻ്റെ ആക്ഷൻ ഉള്ളത് കൊണ്ട്. പിന്നെ സീക്കത്തിലോ അല്ലെങ്കിൽ ടെർമിനൽ പാർട്ട്, ഇലിയത്തിൻ്റെ ടെർമിനൽ പാർട്ട് എത്തുന്ന സമയത്തോ ഈ സിസ്റ്റ് എന്ത് ചെയ്യും, റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്തിട്ട് ആ സിസ്റ്റ് എന്ത് ചെയ്യും, ആ കോഡ്രി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഈ കോഡ്രി ന്യൂക്ലിയേറ്റ്, ഇതിൻ്റെ അകത്തുള്ള ആ കോഡ്രി ന്യൂക്ലിയേറ്റഡിനെ ഫ്രീ ആവും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സിസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ എക്സിസ്മെൻറ്റിൻ്റെ സമയത്ത് എന്താ നടക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സൈറ്റോപ്ലാസ്മിക് മാസ് എന്ത് ചെയ്യും, നല്ലോണം റിട്രാക്ട് ചെയ്യും. എന്നിട്ട് അമീബോയിഡ്, വിഗ്രസ് ആയിട്ടുള്ള അമീബോയിഡ് മോഷൻ നടത്തി, മീൻസ് അമീബോയിഡ് മോഷൻ അല്ല മൂവ്മെൻറ്റ് നടത്തിയിട്ട് ആ സിസ്റ്റ് വാളിൽ നിന്ന് എന്താവും, ഡിറ്റാച്ച് ചെയ്ത് പോരും. അതേ സമയത്ത് ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ് എന്താ ചെയ്യും, ആ സിസ്റ്റ് വാളിനെ എന്താ പറയുക ഡിസോൾവും ചെയ്യും. അതാണ് എന്താ പറയുക എന്തിന് കാരണം, ഈ 2 സ്റ്റെപ്സ് കാരണമാണ് സിസ്റ്റ് വാളിൻ്റെ റപ്ചർ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ കോഡ്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള, ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ്രി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബ പുറത്തേക്ക് വരും. ആ മെറ്റാസിസ്റ്റിക്, ഇതിൽ ആ പുറത്തേക്ക് വരുന്ന അമീബേനെ നമ്മൾ മെറ്റാസിസ്റ്റിക് അമീബ എന്നാണ് വിളിക്കുക. അതപ്പം തന്നെ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്തായിട്ട് മാറും, 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള, മീൻസ് 4 എണ്ണല്ലേ ഉണ്ടായിരുന്നത്, അതപ്പം തന്നെ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് 8 എണ്ണമുള്ള എന്താ പറയുക 8 എണ്ണമായിട്ട് മാറും. 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മെറ്റാസിസ്റ്റിക് അമീബയായിട്ട് മാറി. പിന്നെ ആ ഒരു നേരത്തെ എക്സസ്മെൻറ്റ് നടന്ന സമയത്ത് ഫ്രാഗ്മെൻ്റ് ആയിപ്പോയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് മാസൊക്കെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ചുറ്റും വന്ന് എന്താ പറയുക കവർ ചെയ്യും, മീൻസ് ഓരോന്നിൻ്റെ ചുറ്റുമായിട്ട് സറൗണ്ട് ചെയ്തിട്ട് അത് 8 യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബുലെ ആയി മാറും. മീൻസ് ഈ ഓരോന്നിൻ്റെ ചുറ്റും നേരത്തെ അവിടുന്ന് ഫ്രാഗ്മെൻ്റ് ആയി വന്നിട്ടുള്ള എന്ത് വന്ന് കവർ ചെയ്യും, ആ ഒരു സൈറ്റോപ്ലാസം വന്ന് കവർ ചെയ്യും. ആ സമയത്ത് 8 യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബ്യൂൾ ഫോം ചെയ്യും കേട്ടോ, അമീബ്യൂളാണ് ഫോം ചെയ്യും. പിന്നെ അതെന്താവുകയാണ് ചെയ്യുന്നത്, അത് മെച്വറായിട്ട് മെറ്റാസിസ്റ്റിക് ട്രോപ്പോസോയിഡ്സ് ഫോം ചെയ്യാണ്. കോളനിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, കോളനിലാണ്. ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ്റെ കോളൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പം ഇവർ മെച്വർ ചെയ്തിട്ട് 8 മെറ്റാസിസ്റ്റിക് ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറും കോളനിൽ വെച്ചിട്ട്. പിന്നെ ഈ ട്രോപ്പോസോയിറ്റ് എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൈനറി ഫിഷൻ നടത്തിയിട്ട് ഈ ഒരു ഫോമായിട്ടുള്ള ട്രോപ്പോസോയിറ്റ്, ഇവിടെ ഒന്നേ കാണിച്ചിട്ടുള്ളൂ, ഇങ്ങനെ എല്ലാം മെച്വർ ആവട്ടോ, എല്ലാം മെച്വറായിട്ട് ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറും. ആ ട്രോപ്പോസോയിറ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള ബൈനറി ഫിഷൻ നടന്നിട്ട് ഒരുപാട് മൈന്യൂട്ട ഫോംസിനെ ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് മൈന്യൂട്ട ഫോംസിനെ ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഈ മൈന്യൂട്ട ഫോംസ് എന്ത് ചെയ്യും, ഇൻറ്റസ്റ്റൈനൽ വാളിൽ പെനിട്രേറ്റ് ചെയ്ത് കയറിയിട്ട് അവിടെ നിന്ന് മാഗ്ന ഫോം ചെയ്യും. അങ്ങനെ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഒന്നും കൂടി ഞാൻ ജസ്റ്റ് വെറുതെ ഷോർട്ടാക്കി പറയാം. മൈന്യൂട്ട ഫോമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അത് പ്രത്യേകിച്ച് അങ്ങനെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഫോമൊന്നുമല്ല. അത് നേരെ ഇൻറ്റസ്റ്റൈനൽ വാളിൽ കയറി കഴിയുമ്പം അതെന്തായിട്ട് മാറും, മാഗ്ന ഫോമായിട്ട് മാറും. കുറച്ച് കഴിയുമ്പം ഈ മാഗ്ന ഫോം എന്തായിട്ട് മാറും, അതിൽ എന്താ പറയുക വാക്യൂൾസൊക്കെ പോയിട്ട് പ്രീ സിസ്റ്റിക് സ്റ്റേജ് ആയിട്ട് മാറും.
പ്രീ സിസ്റ്റിക് സ്റ്റേജിൽ എന്താ നടക്കുന്നത്? അവിടെ മൊത്തം ഗ്ലൈക്കോജൻ വന്ന് നിറഞ്ഞ് അതിലെ ക്രൊമോറ്റോഡ് ബോഡിയൊക്കെ സ്പെരിക്കലായിട്ട് മാറും. അടുത്ത എൻസിസ്റ്റഡ് സ്റ്റേജിൽ എന്താ നടക്കുന്നത്? അതിന് ചുറ്റും ഡബിൾ വാൾഡ് ആയിട്ടുള്ള സിസ്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ എൻസിസ്റ്റഡ് സ്റ്റേജ് മെച്യൂർ ആവുന്ന സമയത്ത് അത് 2 ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും. ആദ്യത്തേൽ അത് ബൈ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റായിട്ട് മാറും. പിന്നെ സെക്കൻഡ് ഡിവിഷൻ നടക്കുമ്പോഴേക്ക് അത് ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റായിട്ട് മാറും. ഈ ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ഹ്യൂമൻ സ്റ്റൂൾ വഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫുഡോ വാട്ടറോ, കണ്ടാമിനേറ്റഡ് ഫുഡോ വാട്ടറോ വഴി, മീൻസ് അതിന് വേണ്ടിയിട്ട് വല്ല ഹൗസ് ഫ്ലൈ ഇൻസെക്റ്റൊക്കെ വെക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ കഴിക്കുന്ന സമയത്ത്, മനുഷ്യൻ കഴിക്കുന്ന സമയത്ത് അത് വീണ്ടും ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഉള്ളിൽ കയറി ഇൻറ്റസ്റ്റൈനിലൊന്നും ഇതിനെ റപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇലിയത്തിൻ്റെ ആ ഒരു എൻഡിലെത്തുന്ന സമയത്ത് എന്താ നടക്കുന്നത്? ഇലിയം അല്ലെങ്കിൽ സീക്കത്തിലെത്തുന്ന സമയത്ത് ഈ എക്സിസ്മെൻറ്റ് നടത്തും. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മെറ്റാസിസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞത്. എക്സിസ്മെൻറ്റ്. പിന്നെ ഇവിടെ നിന്ന് ഈ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് അമീബ എന്ത് നടത്തും? ഒരു ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും. അപ്പം നമുക്ക് 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മെറ്റാസിസ്റ്റിക് അമീബ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പം നേരത്തെ ഇതിൻ്റെ സൈറ്റോപ്ലാസവും ഫ്രാഗ്മെൻറ്റ്സായി മാറിയിട്ടുണ്ടാവും. അത് ഈ ഓരോ 8 ന്യൂക്ലിയേറ്റിൻ്റെ എടുത്ത് വന്ന് സറൗണ്ട് ചെയ്തിട്ട് യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബ്യൂളായിട്ട് മാറും. ഓക്കെ, ആ യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അമീബ്യൂള് കോളനിൽ വെച്ചിട്ട് മെച്ചുറേഷൻ നടന്നിട്ട് മെറ്റാസിസ്റ്റിക് ആയിട്ടുള്ള ട്രോപ്പോസോവൈറ്റായിട്ട് മാറും. ആ ട്രോപ്പോസോവൈറ്റ് എന്ത് അണ്ടർഗോ ചെയ്യും? ബൈനറി ഫിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഒരുപാട് മൈന്യൂട്ട ഫോംസിനെ ഉണ്ടാക്കും. അവിടെ വെച്ച് എന്ത് കംപ്ലീറ്റ് ആവുകയാണ്? ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് എഴുതുമ്പോൾ വേണമെങ്കിൽ എങ്ങനെ എഴുതാറ്? ഓരോ ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ മൈന്യൂട്ട സ്റ്റേജ്, മാഗ്ന സ്റ്റേജ്, പ്രീ സിസ്റ്റിക് സ്റ്റേജ്, എൻസിസ്റ്റഡ് സ്റ്റേജ്, മെറ്റാസിസ്റ്റിക് സ്റ്റേജ്, അങ്ങനെ ഓരോ ഹെഡിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ സെക്ഷനായിട്ട് എഴുതാം കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോയിൻ്റായിട്ട് എഴുതി പഠിച്ചാലും മതിയാവും കേട്ടോ. ഓരോ സ്റ്റേജ് ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ അങ്ങനെ തന്നിട്ടുണ്ട്, മൈന്യൂട്ട സ്റ്റേജ്, മാഗ്ന സ്റ്റേജ് എന്നൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് പ്രീസിസ്റ്റിക് സ്റ്റേജ് തുടങ്ങി പോവാം. അപ്പോൾ ആ ഒരു പ്രീസിസ്റ്റിക് സ്റ്റേജ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം, പ്രീസിസ്റ്റിക് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് എൻസിസ്റ്റഡ് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് മെറ്റാസിസ്റ്റിക് സ്റ്റേജ്. അങ്ങനെ കൊടുത്ത് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇതേപോലെ ഇതൊക്കെ ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മനസ്സിലൊരു കഥ പോലെ ഇത് ആലോചിച്ച് വയ്ക്കുക. അല്ലാണ്ട് നമ്മളിത് ഒരു സംഭവമായിട്ട് ചിന്തിക്കാണ്ട് ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി, ഇപ്പം ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയിട്ട് ഈ ഒരു ലൈഫ് സൈക്കിളിനെ കൺസിഡർ ചെയ്താൽ മതി. ഇനി പാത്തോജെനിസിറ്റി ആൻഡ് ക്ലിനിക്കൽ സിംറ്റംസ് നോക്കുന്ന സമയത്ത് എൻഡമീബ ഹിസ്റ്റോളിക്ക അതിന് മാത്രം പാത്തോജെനിക്കല്ല. അധികം ആൾക്കാരിലും അത് അത്ര ഹാർംഫുൾ അല്ല. പക്ഷെ ചില കേസിൽ അത് ഭയങ്കര ഹാർംഫുള്ളായിട്ട് മാറും. ആ സമയത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ അത് ഇൻറ്റസ്റ്റൈനൽ വാളിൽ ഇൻവേഡ് ചെയ്തിട്ട് അവിടെ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. എന്നിട്ട് ഒരുപാട് എണ്ണമായിട്ട് മാറും. ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപാട് എണ്ണമായിട്ട് മാറും. എന്നിട്ട് ഇൻറ്റസ്റ്റൈനൽ വാളിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. മീൻസ് അതിനൊരു എൻസൈം ഉണ്ട്, ഒരു ടിഷ്യൂ. ഇപ്പം എൻഡമീബ ഹിസ്റ്റോളിക്ക് ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് ഹിസ്റ്റോലൈസിൻ. അതുപയോഗിച്ച് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ടിഷ്യൂസിനെ ഡിസോൾവ് ചെയ്യും. അങ്ങനെ അത് എന്തിന് കാരണമാവും? ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിന് കാരണമാവും. ഇങ്ങനെ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസ് വരുന്ന സമയത്ത് നമ്മളെ ഇൻറ്റസ്റ്റൈനിൻ്റെ വാളുമിൽ ലീഷൻസ് വരും. ഇങ്ങനെ പാടുകൾ പോലെ വരും. നമ്മളിപ്പം ലീഫിലൊക്കെ ലീഷൻസ് വന്നിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പാട് പോലെ വരും. അതേപോലെ തന്നെ അൾസറിന് കാരണമാവും. അതാണ് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് എന്ന് പറയുന്നത്. മെയിൻലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സീക്കത്തിനും അസെൻറ്റിങ് കോളനും ആണ്. ഓക്കെ, പിന്നെ ഇത് എഫക്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ഫീക്കസിൻ്റെ കൂടെ, ഇപ്പം നമുക്ക് ഭയങ്കര ലൂസ് ഫീക്കസ് ആയിരിക്കും വരിക. അപ്പം അതിൻ്റെ കൂടെ ബ്ലഡും പസ്സും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫീക്കസ് ആയിരിക്കും വരിക. അത് പസ്സാണ്. അപ്പോൾ ഈ ഒരു അമീബിയാസിസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുതൽ 3 മാസം വരെ ഒരു ആവറേജ് പറയാച്ചാൽ 20 മുതൽ 30 ദിവസം വരെ. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ഒരു അസുഖം നമ്മളെ എഫക്റ്റ് ചെയ്ത്
അതൊരു സിംറ്റം കാണിക്കുന്ന വരെയുള്ളൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആദ്യത്തെ സിംറ്റം കാണിക്കുന്ന വരെയുള്ള ആ ഒരു ടൈം പീരീഡിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. അത് ഏകദേശം 20 മുതൽ 30 ദിവസം വരെയാണ്. പിന്നെ ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് പൂവർ അപ്പറ്റൈറ്റ്, പ്രത്യേകിച്ച് വിശപ്പ് തോന്നില്ല. പിന്നെ ഇൻഫ്ലേറ്റഡ് അബ്ഡമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നടുവിൽ കോമ വേണം കേട്ടോ എല്ലാത്തിൻ്റെയും. ഇൻഫ്ലേറ്റഡ് അബ്ഡമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് വയറിങ്ങനെ വീർത്തി എടുക്കുന്ന പോലെ തോന്നുക. പിന്നെ അബ്ഡമിനൽ പെയിൻ ഉണ്ടാവും നല്ല. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹെഡ് ഏക്സ് കാണാം. പിന്നെ സ്റ്റൂളിൻ്റെ കൂടെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് കാണാം. പിന്നെ സ്റ്റൂളിൻ്റെ കൂടെ എന്താ പറയുക, പസ് ബ്ലഡൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിവിയർ സിംറ്റം ഏകദേശം 4 മുതൽ 6 വീക്ക് വരെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്റ്റൂൾ പാസേജിന് തോന്നും. കാരണം ഇപ്പോൾ ഒന്ന് പോയി വന്നിട്ടേ ഉള്ളൂ, അപ്പം തന്നെ വീണ്ടും എന്താ പറയുക ബാത്റൂം പോകണം എന്നുള്ള ഒരു കണ്ടീഷൻ വരും. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സിവിയർ ആയിട്ടുള്ള സിംറ്റം 4 മുതൽ 6 വീക്ക് വരെ കാണാം. 4 മുതൽ 6 ആഴ്ച വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ എന്താ പറയുക അബ്ഡമിനൽ വയറുവേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് സ്റ്റൂളൊക്കെ ഒന്ന് നോർമലൈസ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇനി ഈ ഡിസീസ് എന്താ പറയുക ട്രീറ്റ് ചെയ്യാണ്ട് വെച്ച്, പ്രത്യേകിച്ച് മരുന്നൊന്നും കുടിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസീസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇയേഴ്സോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കായിട്ട് മാറും, ക്രോണിക് ആയിട്ട് മാറും. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഇയേഴ്സോളം പേഴ്സിസ്റ്റ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് മാറും. ഓക്കെ, ക്രോണിക് അമീബിയാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അനീമിയ മീൻസ് എന്താ പറയുക ഒരു വിളർച്ച എന്നൊക്കെ പറയില്ല, വിളർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കെക്കെക്സിയ വരാനുള്ള കാരണമാവും. കെക്കെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്, കാരണം ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് വന്നുള്ള വീക്ക്നെസ്സിനെ കെക്കെക്സിയ എന്നാണ് പറയുക. പിന്നെ അമീബിക് ഗ്രാനുലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ട്യൂമർ പോലത്തെ ഗ്രോത്തൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൾട്ടിപ്പിൾ അൾസേഴ്സ് വരാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റൂളിൻ്റെ കൂടെ ബ്ലഡും മ്യൂസിക്കസൊക്കെ ഭയങ്കരമായിട്ട് പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഇൻഫ്ലമേഷനും വീർക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രോണിക് അമീബിയാസിസിൻ്റെ പ്രശ്നങ്ങൾ. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷം നിൽക്കും കേട്ടോ. ഇനി അക്യൂട്ട് അമീബിയാസിസിനെ നോക്കുകയാണെങ്കിൽ അതിൽ ഡീപ്പ് അൾസറേഷൻ, നല്ലോണം ഡീപ്പായിട്ടുള്ള അൾസർ വരാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ വാള് പെർഫറേറ്റ് ചെയ്തിട്ട് ഹാമറേജ്, നല്ല ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഉണ്ട്. മീൻസ് നല്ലോണം ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അക്യൂട്ട് അമീബിയാസിസിന് വരുന്ന മറ്റൊരു എന്താ പറയുക കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇൻവേസീവ് അമീബിയാസിസ് ആണ്. മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യാണ്, ഇൻറ്റസ്റ്റൈൻ അല്ലാതെ വേറെ റീജിയനിനെ ബാധിക്കുക. ഇപ്പം ഇൻറ്റസ്റ്റൈനൽ വാളിൽ കൂടെ ഇറങ്ങി ബ്ലഡ് സ്ട്രീം കയറി ലിവറിനെയോ കിഡ്നീനെയോ ബ്രെയിനിനെയോ ഒക്കെ ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയാം. ഇത്രയാണ് ഇതിൻ്റെ പാത്തോജെനിസിറ്റിയും ക്ലിനിക്കൽ സിസ്റ്റം. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് അമീബിയാസിസിനെ പറ്റി പറയാനുള്ളത്. കുറച്ചൊരു വലിയ വീഡിയോ ആണ്. നമ്മളെല്ലാം പറഞ്ഞു തീർന്നു. മോർഫോളജി പറഞ്ഞു, ലൈഫ് സൈക്കിൾ പറഞ്ഞു, പാത്തോജെനിസിറ്റിയും ക്ലിനിക്കൽ സിംറ്റംസും പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാവർക്കും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ആ മോർഫോളജിയിലെ മാഗ്നിയും മൈന്യൂട്ടിയും വരയ്ക്കാൻ പഠിക്കണം. അതേപോലെ തന്നെ ലൈഫ് സൈക്കിളും വരയ്ക്കാൻ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ.